ഹായ് മക്കളെ, എല്ലാവർക്കും അസ്മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. മറക്കല്ലേ, എല്ലാവരും കാണണേ ഫുള്ളായിട്ട് പ്ലീസ്. കോരമ്പ് ഇങ്ങനെ എല്ലാം ചേറിയിട്ട് വൃത്തിയാക്കണം. എന്നിട്ട് ഇതൊക്കെ ഇല്ലേ സാധനം കോരമ്പത്തിൻ്റെ ചായകളാണ് ഇതെല്ലാം. ഇതിനുള്ളിലൊക്കെ കുരുണ്ട്, പക്ഷെ ഇതൊക്കെ പിന്നെ നമുക്ക് പൊന്തി പോലെ കഴിയുമ്പോൾ എടുക്കണം. നല്ലോണം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇടണം കേട്ടോ. കഴുകട്ടെ. എല്ലാം കഴുകുമ്പോൾ ചായ ഇങ്ങനെ പൊന്തി വെക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കണം. അങ്ങനെ ചായയൊക്കെ പൊന്തിപ്പോവും. ഇങ്ങനെ പോകട്ടെ. മുകളിൽ കൂടെ നമ്മൾ പെറുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം കഴിയാൽ 4 കഴുകൽ കഴുകുമ്പോൾ ഉണ്ടോ ഒക്കെ ഇങ്ങനെ പോണതാണ്. എന്നിട്ട് നമ്മളിതാ യുട്ടി വെച്ച കൊട്ടയിലേക്ക് തന്നെ ഇതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം വെള്ളം വടിയട്ടെ കേട്ടോ. നല്ല വെള്ളം വടിയിട്ടത് ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വെള്ളം വടിയട്ടെ. ഇതൊക്കെ അതിൻ്റെ ചണ്ടിയാണ് കേട്ടോ. ഒന്നും ചണ്ടി ഉണ്ടില്ലതാ എത്ര ആള് കണ്ട ചണ്ടി. അതിനുള്ളിലൊക്കെ ഗോതമ്പുണ്ടാവും. പൊടിച്ചാൽ അതൊക്കെ അങ്ങോട്ട് പോരും. ഇത് തരിച്ചെടുത്താൽ മതി. ഇപ്പം പൊടിച്ചില്ലല്ലോ. ചട്ടി വെച്ച് നല്ലോണം ചൂടായിട്ട് കേട്ടോ. ചട്ടി തീച്ചിട്ട് വറുത്ത് കൊടുക്കണം. എന്താ കുറച്ചിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുക. അത് കഴിയെ കൊണ്ടാണ് ഇതിൻ്റെ വെള്ളം വറ്റി കിട്ടണം. നല്ലതാണ്. കഴിയാൽ വൃത്തി ഉണ്ടാവും. നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ. നല്ലോട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. കൂട്ടാൻ പറ്റും. നല്ല പൊടിച്ചെടുക്കുക. ഇങ്ങനെ തിന്നേണ്ടി വരും. ഇങ്ങനെ തിന്നാം. പൊടിച്ച് ചക്കരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിന്നാം. അങ്ങനെ തിന്നാലും രസമാണ്. അങ്ങനെ വറുത്താൽ കറി എടുത്തോണ്ട് ചപ്പാക്കായി കേട്ടാ. നല്ലോണം പൊരിഞ്ഞിട്ടത് അടിപൊളി ശേഷിയുള്ള മുള്ളാറ് ബുദ്ധില്ലേ. അതായത് പൊരിഞ്ഞിട്ടിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ട് കയ്യൂലെങ്ങനെ വെച്ച് കളിക്കാൻ. ഇതും കൂടെ ഒന്ന് പൊരിഞ്ഞിട്ടോ. കഴിച്ചിട്ട് അടച്ചാൽ നേരെ ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതങ്ങനെ കിടന്നാവട്ടെ. അതിന് കൂട്ടും കൈയൊക്കെ കുത്തി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടാ വറുക്കണത്. അല്ലാണ്ട് വറുക്കാൻ കഴിയില്ല. പോലെ നേരെ നിൽക്കാനൊന്നും കഴിയില്ല. അങ്ങനെയൊക്കെ വറുത്തെടുക്കുന്നത്. കുറേ വറുത്താൽ നല്ല കുപ്പിയിലാക്കി വെച്ചാൽ. ഇപ്പം ഞാൻ കുറച്ച് വറുക്കണുള്ളൂ. അതിനകത്ത് നിന്ന്
വറുത്തെടുക്കാൻ കഴിയില്ല. അതിനെക്കൊണ്ടാണ് കുറച്ച് 2 ടിപ്പാക്കി കുറച്ച് വറുത്തത് കേട്ടോ. ഇത് നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. എന്നാ ഇതിലേക്ക് ചെരിയട്ടെ. ഇതിലേക്ക് ചെരിഞ്ഞാട്ടെ, ചൂടാറട്ടെ. ചൂട് ആറിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഫുള്ളും. നല്ലോണം ചൂടാറട്ടെ. ഫസ്റ്റിൽ വറുത്തതാ കേട്ടോ. വലിയ വറുത്തിട്ടാ ചക്കര ഞാൻ ഉരയ്ക്കാൻ വേണ്ടി നോക്കിയത്. ഇനി ഉരച്ചിട്ട് കിട്ടണില്ല, കല്ല് പോലെ കിടക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇനി ചക്കര ഉറച്ചു പോയി. ഇതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ അരിഞ്ഞിട്ടിട്ട് ഞാൻ എന്നിട്ട് അത് അടി അരിഞ്ഞിട്ട് അങ്ങനത്തെ കറുപ്പ് നിറം. ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടിക്കുഴച്ചിട്ട് ഇതിലേക്കാണ് ഗോതമ്പ് വറുത്തത് പൊടിക്കട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൂട്ടിക്കുഴക്കണം. എന്നിട്ട് അതാ ഗോതമ്പ് നമ്മൾ ഇത് നിറച്ചിക്കുന്ന ഗോതമ്പ് എന്നിട്ടാ പാത്രത്തിൽ നിറച്ചിട്ട് ഇത് പൊടിക്കട്ടെ. പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് കാണിച്ചു തരാം. തുറന്ന് കാണിച്ചു തരതാ. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പൊടി ഇത് കണ്ട നല്ല ഉഷാറായിട്ട് പൊടിഞ്ഞിക്കണ്. കണ്ടാ തേങ്ങയും കൂടെ ഉള്ളതാണ്. ഇതിലേക്ക് നമ്മളിതാ ഈ പൊടിച്ച് വെച്ച ഗോതമ്പ് ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക. നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് കൊടുക്കുക. ശർക്കര ഇങ്ങോട്ട് നല്ലോണം കുഴച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അത് കുഴക്കുമ്പോൾ തന്നെ എന്താ മണം എന്നറിയോ? അടിപൊളി മണം. എന്താ പത്തുവോ? ഇതിങ്ങനെ തിന്നാൻ നല്ല രസമാണ്. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതാണ് സമയത്ത് നമ്മളമ്മ പണ്ടൊന്നും അധികം വലിയ തിന്നാനും കാര്യമൊന്നും ഉണ്ടാവില്ല ഇനിയല്ലോ. നമ്മളമ്മ ഇപ്പൊക്കെ നല്ല സന്തോഷത്തിലും വേറെല്ലായിട്ട് കഴിഞ്ഞവരൊക്കെയാണ് കേട്ടോ. 2 ഹോട്ടലും ചോടിക്കച്ചവടവും പലതായിട്ട് കഴിവുള്ളവരെ ഇനിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ. പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞിൻ്റെ ഉപ്പൻ്റെ ഹോട്ടൽ കച്ചവടമൊക്കെ ആരോ പറ്റിച്ച് കഷ്ടത്തിലായി. അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായി. പിന്നെ നമുക്ക് അന്നേരം ശേഷം പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടപ്പോൾ തിന്ന തീറ്റകളാട്ടോ അതൊക്കെ. ഒന്നും മറക്കൂല ഒരിക്കലും. നല്ല നല്ല കുഴക്കണം കേട്ടോ. നല്ല മണവും ശർക്കരയും തേങ്ങിയിട്ടല്ലേ രസം പഞ്ചാരൊക്കെ അടിച്ച്. അപ്പോൾ ഇതിലും പാകത്തിനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, തിന്നുക. എൻ്റെ എല്ലാ ലൈവിലുള്ള യൂട്യൂബിൽ വരുന്ന ലൈവിൽ ലോകത്തിലെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫ്യത്വം സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. ആർക്കും ഒരു കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ മക്കളെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. എന്നിട്ടാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാ 2-3 സ്പൂണും ഇട്ട് നമ്മൾ വാപ്പിയും വല്യാപ്പിയും വല്യമ്മയും മോളും തിന്നണ്. പത്തോ എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓക്കെ. നല്ല ചക്കരയും തേങ്ങയിട്ടിട്ട് നല്ല മണമുണ്ട് കേട്ടോ. ഗോതമ്പ് വറുത്തതിൻ്റെ മണമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. ഇത്തിരി ഇങ്ങനെ പൊടിച്ചൊരു കുപ്പിയിലാക്കി വെച്ചാൽ നല്ലതാണ്. വേണ്ടുമ്പോൾ നമുക്ക് ചായ കൂട്ടാൻ. പിന്നെ ശർക്കര തിന്നു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ലിങ്കൊക്കെ അയച്ചു കൊടുക്കും മക്കളെ. ബെല്ലൈക്കനൊക്കെ തൊടുക, നല്ല നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാനൊന്ന് വിജയിക്കട്ടെ നിങ്ങളെല്ലാവരും ഹെൽപ്പ് കൊണ്ടും. ഓക്കെ, ബായ്.